മൈത്രേയൻ അദ്ദേഹം പറയുന്നത് എന്താ, ഒരു ഭാര്യനെ കൊണ്ടും സംതൃപ്തിയായിട്ട് നടക്കാൻ പറ്റില്ല, അത് ഇഷ്ടം പോലെ ആർക്കും ഏത് രീതിയിലാവാം. സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹം ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എന്ത്, എനിക്ക് വിവാഹം കഴിക്കണ്ട, വിവാഹം കഴിക്കാനുള്ള പ്രിവിലേജ് ഇതൊന്നുമില്ല, ഒരു കുടുംബം പോറ്റാനുള്ള സാമ്പത്തിക ശേഷിയില്ല, ഒരു സ്ത്രീനെ കൊണ്ടെടുക്കാൻ എനിക്ക് കഴിയില്ല, എന്നാൽ എന്റെ സെക്സ് എനിക്ക് എന്ത് ചെയ്യണം, അതിനെന്താ അവിടെ വഴിയുള്ളൂ, വിവാഹമല്ല അതൊരു വഴി വേണ്ടേ, ഒരു വിൻഡോ വേണ്ടേ എന്ന് അദ്ദേഹം ഭയങ്കര ആവേശപൂർവ്വം ചോദിക്കുന്ന വീഡിയോ നമുക്ക് കാണാൻ പറ്റും. എന്റെ സിനിമ കണ്ടിട്ട് പിന്നെ കുറച്ച് ആൾക്കാർ പിന്നെ വിവാഹം ഡൈവേഴ്സ് ചെയ്തു എന്നുള്ളത് ഒരു വലിയ സംഭവമാക്കിയിട്ട് കുടുംബം ഇല്ലാതെ ആകണം. അപ്പൊ തോന്നിയ പോലെ ഇന്നൊരു സ്ത്രീന്റെ കൂടെ നാളെ വേറെ സ്ത്രീന്റെ കൂടെ എന്ന രീതിയിലേക്ക് ആവണം എന്നുള്ളത് ഇവിടെ പച്ചക്ക് പറയുന്നുണ്ട്. ഇതിനാരെങ്കിലും വിചാരണ ചെയ്തു? ഇനിയിപ്പോ കോടതിയിൽ പോകുമ്പോൾ കോടതി ഒരു രേഖയല്ലേ ചോദിക്കുക. നമുക്ക് ഈ അടുത്ത കാലത്ത് പോലും ഉണ്ടായ പല വിവാദങ്ങളിലും നമ്മൾ കാണുന്ന ഒരു പ്രശ്നം എന്ത് തന്നെയാണ്, ഈ സ്ത്രീകൾക്ക് ഒരു റെക്കോർഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിന് ഉള്ള ഏറ്റവും ലളിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്റെ മാരേജ് അല്ലെങ്കിൽ ഈ ബന്ധം തെളിയിക്കാനുള്ള വഴി എന്താണ്? ഈ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി സാറെ ചാനലുകളിലൊക്കെ ഒന്നായിട്ട് ആക്രമിക്കുന്നത് കണ്ട്, അദ്ദേഹം ഒരു പ്രോഗ്രാമിൽ ഇസ്ലാമിലെ ബഹുഭാര്യത്വവും നബിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിലവിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരുപാട് അവിഹിതങ്ങളും കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടക്കണവുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞപ്പോൾ ഇതിലെ പല ചാനലുകളും അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രൂപമാണ്. ഇത് ഏത് നൂറ്റാണ്ടെന്നാണ് ഇദ്ദേഹം വരുന്നത്, ഇത്രയും വലിയ പണ്ഡിതമൊക്കെ ഉണ്ടായിട്ട് ഇത്രയും കാലമൊന്നും അറിഞ്ഞിട്ടില്ല, ഒരു ലോഡ് പുച്ഛം മുഖത്ത് വാരിച്ച് വെച്ചിട്ടാണ് പല ചാനലുകളും ഇത് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ബഹാവുദ്ദീൻ സാറ് അങ്ങനെ ആക്രമിക്കേണ്ടതുണ്ടോ അഷ്റഫ് ഖാൻ? അല്ല, ഡോക്ടർ ബഹാവുദ്ദീൻ സാറ് പറഞ്ഞൊരു കാര്യം, ആ ആശയം എല്ലാ അർത്ഥത്തിലും ശരിയാണ്. രണ്ട് കാര്യത്തെപ്പറ്റി പറഞ്ഞു. അതായത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ബഹുഭാര്യത്വവുമായി ബന്ധപ്പെട്ടും ഈ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അത് സമീകരിച്ച് അദ്ദേഹം പറഞ്ഞ ആശയത്തെ ഒരു നിലക്കും എന്ത് ചെയ്യേണ്ടതില്ല, അതിൽ തിരുത്തേണ്ട കാര്യമോ ഒന്നുമില്ല. എന്നാൽ അത് പറഞ്ഞ കാര്യത്തെ മീഡിയകൾക്ക് വളച്ചൊടിക്കാനുള്ള ചില പഴുതുകൾ അതിലുണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് ക്ലിയർ ആക്കാവുന്നതേ ഉള്ളൂ. ഈ വിഷയത്തിൽ കോംപ്രമൈസ് ഇല്ലാതെ തന്നെ ക്ലിയർ ആക്കാവുന്നത്. അതിലിപ്പോൾ എന്താ വെച്ചാൽ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥന്മാർ, അതുപോലെയുള്ള ആളുകളൊക്കെ ഇവർക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ അവിഹിത ബന്ധങ്ങളില്ല, ഇല്ലാത്തവർ കൈപൊന്തിക്കണം എന്ന് പറഞ്ഞാൽ ആർക്കാ കൈപൊന്തിക്കാതിരിക്കാൻ പറ്റുക? അപ്പോൾ അതിന് മൊത്തത്തിൽ എല്ലാവരും അങ്ങനെയാണ് എന്നൊരു അടച്ചാക്ഷേപിക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്തു, ആ ഒരു സംസാരത്തിൻ്റെ ഒരു ഇത് വേണമെങ്കിൽ മീഡിയകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചിത്രീകരിക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ട് ഒരു പഴുത് കിട്ടിയിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സംസാരം മൊത്തം കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാവരും ഉദ്ദേശിച്ചതല്ല, അത് ഈ ഒരു പ്രത്യേക സംഗതി എടുത്ത് പറഞ്ഞു തന്നെയാണെന്നുള്ള അത് ആ വിഷയത്തിലൊരു ക്ലാരിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഈ അദ്ദേഹം പറഞ്ഞ മാറ്റർ ഒരിക്കലും എന്തല്ല ഇവിടെ പിന്നെ വിമർശിക്കപ്പെടേണ്ട ഒരു മാറ്റർ അല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ മാധ്യമങ്ങൾ ഇത് വിവാദമാക്കിയതിന് പിന്നിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിലെ ബഹുഭാര്യത്വം അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം, ഇത് രണ്ടും ഇവർക്ക് എന്നൊരു പ്രശ്നമാണ്. അതായത് ബഹുഭാര്യത്വത്തിനെ കളിയാക്കുക, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തിൻ്റെ പ്രായം, പിന്നെ ആയിഷ ബീവിൻ്റെ പ്രായത്തെ കളിയാക്കുക, അത് ഇവിടെ അതിന് മാധ്യമങ്ങൾ കുഴലൂതലുണ്ട്. അതോടൊപ്പം എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ടൊരു ടീം അതായിട്ട് എന്തുണ്ട്, ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നെ മീഡിയകളിൽ വന്ന് ഓൺലൈൻ മീഡിയകളിൽ വന്നുകൊണ്ട് തെറി പറയാത്ത ദിവസങ്ങളില്ല, ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ കാര്യങ്ങളൊക്കെ പണ്ഡിതന്മാർ കേൾക്കും, അതുപോലെ തന്നെ പ്രഭാഷകന്മാർ മനസ്സിലാക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരൊരു പ്രഭാഷണത്തിൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യും, അഡ്രസ്സ് ചെയ്യും. അത് സ്വാഭാവികം. ഇപ്പോൾ എല്ലാവരുടെ പ്രസംഗത്തിലും ആ കാര്യങ്ങൾ വരുന്നതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക, ആ പ്രായത്തെ കളിയാക്കിക്കൊണ്ടിരിക്കുക, അതേപോലെ ബഹുഭാര്യത്വത്തിൻ്റെ വിഷയത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുക. അത് എത്ര ലക്ഷക്കണക്കിന് വ്യൂവേഴ്സാണ് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ അകപ്പെട്ടുകൊണ്ട് അത് വസ്തുതയല്ലേ, സത്യമല്ലേ, അത് ശരിയല്ലേ എന്ന് വിചാരിക്കുന്ന ആളുകൾ ഒരു പക്ഷേ ഉണ്ടാവും. അപ്പോൾ അതിനും മറുപടി പറയാന്നുള്ളതും അത് നാട്ടിലുള്ള വിഷയങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ പിന്നെ മറുപടി പറയാന്നുള്ളത് പണ്ഡിതന്മാർ സ്വീകരിക്കുന്ന രീതി തന്നെയാണ്. അപ്പോൾ ഈ പിന്നെ ഇവരുടെ ഈ രണ്ടിൻ്റെ അടിത്തറ ഇളക്കുന്നൊരാശയമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബഹുഭാര്യത്വത്തിൻ്റെ വിഷയം പറയുകയാണെങ്കിൽ പിന്നെ ഒന്നിലധികം ആവശ്യമുണ്ട് എന്ന് വാദിക്കുന്ന ആളുകളെ നമുക്കവിടെ കാണാൻ പറ്റും. ഈ ലിബറലുകളായ ആളുകൾ തന്നെ. ഇപ്പോൾ മൈത്രേയൻ അദ്ദേഹം പറയുന്നത് എന്താ, ഒരു ഭാര്യനെ കൊണ്ടൊന്നും സംതൃപ്തിയായിട്ട് നടക്കാൻ പറ്റില്ല, അത് ഇഷ്ടം പോലെ ആർക്കും ഏത് രീതിയിലാവാം. അതേപോലെ തന്നെ ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹം ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എന്ത്, എനിക്ക് വിവാഹം കഴിക്കണ്ട, വിവാഹം കഴിക്കാനുള്ള പ്രിവിലേജ് ഇതൊന്നുമില്ല, എനിക്കൊരു കുടുംബം പോറ്റാനുള്ള സാമ്പത്തിക ശേഷിയില്ല, ഒരു സ്ത്രീനെ കൊണ്ടെടുക്കാൻ എനിക്ക് കഴിയില്ല, എന്നാൽ എൻ്റെ സെക്സ് എനിക്ക് എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. അതിനെന്താ അവിടെ വഴിയുള്ളത്? വിവാഹമല്ലാതെ ഒരു വഴി വേണ്ടേ, ഒരു വിൻഡോ വേണ്ടേ എന്ന് അദ്ദേഹം ഭയങ്കര ആവേശപൂർവ്വം ചോദിക്കുന്ന വീഡിയോ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ചില സിനിമാ സംവിധായകന്മാർ എൻ്റെ സിനിമ കണ്ടിട്ട് പിന്നെ കുറച്ച് ആൾക്കാർ പിന്നെ വിവാഹം ഡൈവേഴ്സ് ചെയ്തു എന്നുള്ളത്
ഒരു വലിയ സംഭവമാക്കിയിട്ട് കുടുംബമില്ലാതെ ആകണം. അപ്പോൾ തോന്നിയ പോലെ ഇന്നൊരു സ്ത്രീൻ്റെ കൂടെ നാളെ വേറെ സ്ത്രീൻ്റെ കൂടെ എന്ന രീതിയിലേക്ക് ആവണം എന്നുള്ളത് ഇവിടെ പച്ചക്ക് പറയുന്നുണ്ട്. ഇതിനാരെങ്കിലും വിചാരണ ചെയ്തിക്കണോ? ഈ ചാനലുകൾ ആരെങ്കിലും ഈ ആളുകൾ ഇവർ ചെയ്യുന്നത് അസഭ്യമാണ്, ഈ പറയുന്നത് മോശമാണ് എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നും ഭക്ഷണത്തിൽ ഒരു കൂട്ടാനായ രസം ഉണ്ടാവും അങ്ങനെ വരെ അതൊന്നും ഇവർ കാണൂല. എന്നാൽ പിന്നെ ഇവിടെ ബഹാവുദ്ദീൻ നദ്വി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഭാഗത്ത് ബഹുഭാരിത്വത്തെ കളിയാക്കുക, മറുഭാഗത്ത് ഇങ്ങനെ പിന്നെ പരസ്ത്രീ ബന്ധങ്ങൾ, അതിൻ്റെ എത്ര വാർത്തകൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. രാഷ്ട്രീയം കേരളത്തിലും പിന്നെ പല രീതിയിൽ രാഷ്ട്രീയ രംഗത്ത് ഇത് ചൂട് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അവസ്ഥ എന്താ? അതായത് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തൊരു മേഖലയാണ് സിനിമാ ഫീൽഡ്. അവിടെ നിന്ന് സ്ത്രീകൾക്ക് നേരെ ഉണ്ടായ അക്രമത്തിൻ്റെ എത്ര മാലപ്പടക്കം പോലെ ഇവിടെ വന്ന് എന്തൊക്കെ വിഷയങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, രാഷ്ട്രീയ വിവാദങ്ങൾ നടക്കുന്നുണ്ട്, ഇതൊന്നും ആരും കാണാത്തതല്ല. അപ്പോൾ അതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്ത് ഇവിടെ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, തോന്നിയ പോലെ സ്ത്രീകളെ ഉപയോഗിക്കുന്നുണ്ട്, പീഡിപ്പിക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, വസ്തുതയാണല്ലോ. പക്ഷെ അത് മൊത്തത്തിൽ എല്ലാവരും അങ്ങനെയാണെന്നുള്ളൊരു തോന്നുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സംസാരം വന്നു. അത് അദ്ദേഹം എഡിറ്റ് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. ആ ആശയത്തിൽ എന്തില്ല, ഒരു പ്രശ്നമില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഇതിന് ശരിയായ പരിഹാരം എന്താണെന്ന് വെച്ചാൽ, ഈ പിന്നെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നം, അതായത് പുരുഷന്മാർക്ക് പിന്നെ ഒന്നിലധികം ആവശ്യങ്ങളുണ്ട് എന്നെല്ലാവരും പറയുന്നുണ്ടല്ലോ, ആ ആവശ്യം നിർവഹിക്കാൻ ഇസ്ലാം പറയുന്ന പരിഹാരം എന്താ അറിയോ? ഇസ്ലാം യഥാർത്ഥത്തിൽ ബഹുഭാര്യത്വത്തെ അനുവദിക്കുകയല്ല ചെയ്തിരിക്കുന്നത്, മനസ്സിലാക്കണം. ബഹുഭാര്യത്വത്തെ നിയന്ത്രിക്കുകയാണ് ഇസ്ലാം ചെയ്തത്. അത് ലോകം നൂറ്റാണ്ടുകൾ പരിശോധിച്ചാൽ തന്നെ എല്ലാ മതവിഭാഗങ്ങളിലും ബഹുഭാര്യത്വം പല അളവിൽ നിലനിന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന ആ തലമുറ എന്ന് പറയുന്നത് 5, 6, 8, 10 ഒരു ലക്കും ലഗാനും ഇല്ലാതെ പിന്നെ കല്യാണം കഴിച്ചിട്ടും അല്ലാതെയും നടക്കുന്ന ഒരു സമൂഹമായിരുന്നു. അപ്പോൾ ഇസ്ലാം അവിടെ പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങൾക്കൊന്നിലധികം ഒരു ഭാര്യയിൽ സംതൃപ്തമാകാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ മാക്സിമം പോയാൽ 4 ആകാം. നിയന്ത്രിക്കുകയാണ്, ഒരു ബൗണ്ടറി വെക്കുക ചെയ്ത്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കാതെ ഇവർ വേറെ രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 4ൽ കൂടുതൽ പിന്നെ ആവാന്നുള്ള നിബന്ധനയുള്ളതാണ് എന്ത്, 4 ഒരിക്കലും കൂടാൻ പാടില്ല എന്നുള്ള നിബന്ധന വെച്ചുകൊണ്ടാണ് ബഹുഭാര്യത്വത്തെ ഇസ്ലാം എന്ത് ചെയ്തിട്ടുള്ളത്, അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഈ ആളുകൾക്ക് പിന്നെ ഏത് പെണ്ണും ആകാം, എത്രയും ആകാം എന്നുള്ള ലിവിങ് ടുഗദർ ഇവർക്കൊരു പ്രശ്നമല്ല, മനസ്സിലാക്കേണ്ടതുണ്ട്, വിരോധാഭാസം. അതേപോലെ തന്നെ പിന്നെ ഒരു ഭാര്യയിൽ തൃപ്തിപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ വിവാഹത്തിലൂടെ മാത്രമേ അടുത്ത സ്ത്രീയിലേക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ള സുരക്ഷിത മാർഗ്ഗമാണെന്ത് ഇസ്ലാമിൻ്റെ ബഹുഭാര്യത്വം പറയുന്നത്. എന്നാൽ ഒരു ഭാര്യ കൊണ്ട് നിങ്ങൾക്ക് തൃപ്തി അടയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റി ആകാം, നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് ആകാം, അങ്ങനത്തെ പേര് മാറ്റി വിളിച്ചാൽ നിങ്ങൾക്ക് എന്തും ആകാം, അതിന് കുഴപ്പമില്ല, അതിനാരും മാധ്യമങ്ങൾ വിചാരണ ചെയ്യൂല. അതേപോലെ തന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ രണ്ടാമത്തെ ഭാര്യനെ ഒരാൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മരണം വരെ അവൾ എന്ത് ചെയ്യണം, സംരക്ഷിക്കൽ അയാൾ ഉത്തരവാദിത്തമാണെന്നാണ് ഇസ്ലാം പറയുന്നത്. എന്നാൽ ഇവർ പറയണതോ, ഒരു ഭാര്യനെ കൊണ്ട് തൃപ്തിയാകണില്ലെങ്കിൽ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് ആകാം, ഹുക്കപ്പ് ആകാം, അതേപോലെ തന്നെ അങ്ങനെ യൂസ് ആൻഡ് ത്രോ എന്ന് പറഞ്ഞ രീതിയാണ്. ആ സംസ്കാരത്തിന് എന്ത് ചെയ്യുന്നില്ല, അവരാരും പുറലേൽപ്പിക്കണില്ല, വിചാരണ ചെയ്യണില്ല. എന്നാൽ പിന്നെ വളരെ സുരക്ഷിതമായി വിവാഹ ജീവിതത്തിലൂടെ പോണ കാര്യങ്ങളാണ് ഇതിൻ്റെ വിചാരണയാണ്. വിവാഹത്തിലൂടെ അല്ലാതെ ഒന്നിലധികം ഉപയോഗിക്കരുത് എന്നുള്ളതാണ് പിന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യം. നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ വിവാഹം കഴിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇവർ എന്ത്, വിവാഹമൊന്നും വേണ്ട, ആൺ സുഹൃത്ത്, പെൺ സുഹൃത്ത്, കാമുകൻ, കാമുകി, ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, ഇങ്ങനത്തെ കുറേ പേരാണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തും ആകാമെന്നുള്ളതാണ്. ഒരു കുഴപ്പമില്ല, അതിനാർക്കും ഇവിടെ വിചാരണ ചെയ്യാൻ പ്രശ്നമില്ല. പക്ഷേ മാനമര്യാദക്ക് വിവാഹം കഴിച്ചുകൊണ്ടായിരിക്കണം കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് പ്രതിക്കൂട്ടിലാകുന്ന ഒരവസ്ഥയാണ്. അതേപോലെ ഞാനൊരു കുട്ടി ഉണ്ടായി, ആ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ 4 ഭാര്യമാരിൽ കുട്ടി ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കുണ്ട്, ഈ പുരുഷനുണ്ട്. ആ കുട്ടികളെ സംരക്ഷിക്കണം. എന്നാൽ ഇവരോ, ഇതൊരു ദിവസം ഒരു സ്ത്രീൻ്റെ കൂടെ, മറ്റൊരു ദിവസം വേറെ സ്ത്രീൻ്റെ കൂടെ, അവൾക്കുണ്ടായ കുട്ടി, അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് എടുക്കുക, അതെന്താ വെച്ചാൽ നിങ്ങൾ ചെയ്തോളി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം, അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് പുരോഗമനം. ആ രീതിയിലാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് പോകുന്നത്. അതേപോലെ തന്നെ ഈ മക്കൾക്കും പിന്നെ ഭാര്യമാർക്കും എന്ത് ചെയ്യണം, ഇയാളെ സ്വത്തിൽ അവകാശമുണ്ട്, ആ സ്വത്ത് കൊടുക്കണം എന്നതാണ് ഇസ്ലാമിക ബഹുഭാര്യത്വത്തിലൂടെ പറയുന്നത്. എന്നാൽ ഇത് സ്വത്തുമില്ല, ഒരു ബന്ധമല്ല, ഒരൊറ്റ രാത്രിക്കുള്ള ബന്ധം, അങ്ങനെ പാറി നടക്കുക. ആ പിന്നെ പ്രശ്നത്തിന് എന്തില്ല, ഒരു പ്രശ്നമാക്കണില്ല, ഒരു കുഴപ്പമുണ്ടാക്കണില്ല. അതേപോലെ തന്നെ പരസ്പരം ഈ 4 ആളോട് നീതി പാലിക്കണം എന്നുള്ളതാണ്. മറ്റേതോ ബസ് സ്റ്റാൻഡിൽ നിന്നും അതേപോലെ തന്നെ ലോഡ്ജിലും ഓരോരുത്തരും ഓരോ ദിവസം വിളിച്ചു കൂട്ടി കൊണ്ടുപോകണ ടീമിന് എന്ത് നീതിയുള്ളത്? അപ്പോൾ ഇത് ബഹുഭാര്യത്വം എന്ന് പറയുന്നത് ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധമാണ്. അതിനെ വിമർശിക്കുന്ന ആളുകളോട് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇന്ന് മീഡിയകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും
അതിനെ ജനറലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഉത്തരവാദിത്വമില്ലാത്ത, ഒരു നീതിയുമില്ലാത്ത, ആളുകളെ യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന രീതിയിൽ പിന്നെ ഉപയോഗിച്ച് ഒഴിവാക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിനെ മഹത്വവൽക്കരിക്കുകയും ഉത്തരവാദിത്തത്തോടു കൂടിയായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാക്കുകയും ചെയ്യുന്ന മീഡിയകൾ എന്തല്ല, ഇതൊന്നും വിചാരം ചെയ്യേണ്ട യാതൊരു കാര്യമില്ല എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ട് പിന്നെ ഇപ്പം ഇന്ന് ഇത് റിപ്പോർട്ട് ചെയ്ത ഒരു പിന്നെ മീഡിയ, ആ മീഡിയ അങ്ങനെ പുച്ഛിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. എന്താ ഇപ്പം ഇദ്ദേഹം പറയുന്നത് എന്ന് ചോദിച്ചിട്ട് ചോദിക്കണ ചോദ്യം എന്താ അറിയോ, എന്നാൽ അങ്ങനെ ബഹുഭാര്യത്വമാകാമെങ്കിൽ ബഹുഭർത്തൃത്വം എന്തുകൊണ്ടായിക്കൂടാ, വലിയ ചോദ്യമായിട്ട് പറയണം. ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ വിവരമില്ലായ്മയാണത്, യാതൊരു തർക്കമല്ല. ബഹുഭാര്യത്വം എന്ന് പറയുന്നത് ഒരു പരിഹാരമാണ്. ബഹുഭർത്തൃത്വം എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് പ്രശ്നങ്ങളിലേക്കാണ് ആ സ്ത്രീയെ വലിച്ചഴക്കുക. ഇപ്പോൾ പിന്നെ ഗർഭിണിയായാൽ ആരെ പരിചരിക്കുക? ഒരു സ്ത്രീനെ ഇപ്പോൾ 4 ആൾ കല്യാണം കഴിച്ചു വിചാരിക്കുക, അവൾ ഗർഭിണിയായി, 4 ആളും പറയും ഇൻ്റെതല്ല, പരിചരിക്കാൻ ആളുണ്ടാവില്ല. അതിലൊരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ 4 ആളും തമ്മിൽ തർക്കിക്കും, ഇതാരെ കുട്ടിയെന്ന് പറയാൻ കഴിയില്ല. ഒരു DNA ടെസ്റ്റിലൊക്കെ ഒരു കുട്ടിനെ പിന്നെ പിതാവാകുക എന്നാണ് എത്ര വൈകാരിക ബന്ധം ഉണ്ടാകുക, മനസ്സിലാക്കാവുന്നതിലേ ഉള്ളൂ. അതേപോലെ തന്നെ അനന്തരാവകാശത്തിൻ്റെ പ്രശ്നം വന്നു, പിന്നെ അതിൻ്റെ കുട്ടിയിൽ എൻ്റെ സ്വത്ത് കൊടുക്കൂല അറിയും, അവിടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, കുഴപ്പങ്ങളും ബുദ്ധിമുട്ടുകളും വരും. അതേപോലെ തന്നെ വാർദ്ധക്യ കാലത്തുള്ള സംരക്ഷണത്തിൻ്റെ പ്രശ്നം വരും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് എന്ത് ചെയ്യുക, ഒരു സ്ത്രീന് ഒന്നിലധികം ഭർത്താക്കന്മാർ കല്യാണം കഴിച്ച് ഉണ്ടാകാൻ പോണത്. അപ്പോൾ ഇവിടെ ചോദ്യം ഉണ്ടാവും, സ്ത്രീക്കും സമാനമായ പ്രശ്നം ഉണ്ടായിക്കൂടെ, സ്ത്രീക്കും ഇതേപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൂടെ, അപ്പോൾ അവൾക്കും പരിഹാരം വേണ്ടേ എന്നുള്ളത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് സ്ത്രീക്ക് ഒന്നിലധികം പുരുഷന്മാരെ ആവശ്യമായി വരില്ല. ഇപ്പോൾ അവളെ ശാരീരിക പ്രകൃതി അനുസരിച്ച് ഇപ്പോൾ ഒരു മാസത്തിൽ അവൾ കുറച്ച് കാലം ആർത്തവത്തിൻ്റെ കാലമാണ്, പിന്നെ അവൾക്ക് കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് കാലം അങ്ങനെയാണ്. അപ്പോൾ എന്നാൽ പുരുഷന് ഇതൊന്നുമില്ല, അതുകൊണ്ട് അവൻ ഏത് സമയത്തും ലൈംഗികമായ ആവശ്യങ്ങളുണ്ടാവും. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവൾ അതിന് സന്നദ്ധമാകുന്നുള്ളൂ. അതുകൊണ്ട് ഒന്നിലധികം ഭർത്താക്കന്മാരെ സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളത് പ്രകൃതിയാ തന്നെ ജൈവശാസ്ത്രപരമായിട്ട് തന്നെ സ്ത്രീകൾക്ക് എന്തുണ്ട്, അതിൽ പരിമിതികളുണ്ട്. പിന്നെ ആളുകൾ പറയാറുള്ള പുരുഷന്മാർക്ക് വല്ല ലൈംഗിക ശേഷിയില്ലാത്ത പുരുഷന്മാർ, അസുഖമുള്ള ആൾക്കാർ, അപ്പോൾ ഒരു സ്ത്രീ കല്യാണം കഴിച്ചിട്ട് കാലാകാലം അയാളെ നോക്കി ഇങ്ങനെ നടക്കുക. പുരുഷനാണെങ്കിൽ എന്ത് ചെയ്യുക, സ്ത്രീക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ കല്യാണം കഴിക്കുകയും ചെയ്യുക, അത് അനീതിയല്ലേ. അങ്ങനെ ഒരു സ്ത്രീക്ക് ഈ ഭർത്താവിൽ നിന്ന് അവൾക്ക് കിട്ടേണ്ട വൈകാരികമായ കാര്യങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ ഇസ്ലാം അതിനെന്തുണ്ട്, വിവാഹമോചനം ആവശ്യപ്പെടാം. ആ വിവാഹമോചനം എടുത്ത് അവൾക്ക് എന്ത് ചെയ്യുക, വേറെ വിവാഹം കഴിക്കാം, പ്രശ്നം പരിഹരിക്കാം. അല്ലാതെ ഒരു സ്ത്രീനെ എല്ലാവരും പാടെ കിട്ടി അവളെ ഭാവി കുളം തോണ്ടുക എന്നുള്ളതും അവളിലുണ്ടാകുന്ന കുട്ടികളെ അനാഥമാക്കുക എന്നുള്ളതും ഇസ്ലാം ഒരിക്കലും മുന്നോട്ട് വെക്കുന്നില്ല എന്നുകൂടി മനസ്സിലാക്കണം. പിന്നെ രണ്ടാമത് പറഞ്ഞ ശൈശവ വിവാഹത്തിൻ്റെ വിഷയമാണ്. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കാൻ വേണ്ടി, ആയിഷ ബീവിയെ കളിയാക്കാൻ വേണ്ടി ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് ഇസ്ലാം പ്രായത്തെ അല്ല പരിഗണിച്ചിട്ടുള്ളത്, പക്വതയാണ്. പക്വത എത്തിയാൽ നിങ്ങൾ വിവാഹം കഴിക്കുക എന്നുള്ളതാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അത് 25 വയസ്സായിട്ട് ഒരു പെൺകുട്ടിക്ക് പക്വത എത്തിയിട്ടില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പാടില്ല. പക്ഷെ ആ കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്നത് അത് കുറച്ച് മുമ്പാണെങ്കിലോ ആവാം. ഇപ്പോൾ മുൻകാലഘട്ടം, ഇപ്പോൾ ശ്രീരാമനെ പറ്റി പറയുന്നത് 15 വയസ്സിലാണ് അദ്ദേഹം കല്യാണം കഴിക്കുന്നത്, സീതക്ക് അപ്പോൾ 6 വയസ്സാണ്. അതേപോലെ ബുദ്ധരാകട്ടെ 16ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുന്നത് 16 വയസ്സുള്ള യശോധരനെയാണ്. ഗാന്ധിജി ആകട്ടെ 13ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുമ്പോൾ കസ്തൂർബക്ക് 14 വയസ്സാണ്. പിന്നെ ശിവജിക്ക് 12ാമത്തെ വയസ്സിലാണ് അവർ കല്യാണം കഴിക്കുന്നത്. സായിബ എന്ന് പറയുന്ന അവരുടെ പത്നിക്ക് 10 വയസ്സാണ്. ടാഗോർ 22ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. മൃളാണിനി എന്ന് പറയുന്ന അവരുടെ ഭാര്യയ്ക്ക് 10 വയസ്സാണ്. അങ്ങനെ കാലഘട്ടമാണ്. ആ കൂട്ടത്തിൽ EMSൻ്റെ കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് ഇസ്ലാമിനെ ആർക്കും കുതിര കയറാം. അതിനൊരു വിശദീകരണം യുക്തിപരമായിട്ട് പറയുമ്പോൾ അത് വിവാദമാക്കി ചാപ്പയടിക്കുന്ന രീതി ശരിയല്ല. എന്താണ് അമീദ് മാഷിന് ഇതിൽ ബഹുഭാര്യത്വമായി ബന്ധപ്പെട്ട് ആഡ് ചെയ്യാനുള്ളത്? അല്ല, ആധുനികതയുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ലിബറലുകളുടെ കാഴ്ചപ്പാട് പരസ്പര ധാരണയോടെ ആരുമായിട്ടും എന്ത് ചെയ്യാം, ലൈംഗികബന്ധമാകാം. പക്ഷെ വിവാഹ വാഗ്ദാനം പോലും നൽകാൻ പാടില്ല എന്നുള്ളതാണ്. അത് നൽകുന്നിടത്താണ് പ്രശ്നം. പക്ഷെ ഇസ്ലാം സിമ്പിളായിട്ട് പറഞ്ഞെന്താണ്, നിങ്ങൾ വിവാഹം കഴിച്ചതിന് ശേഷമേ, വാഗ്ദാനത്തിൻ്റെ പ്രശ്നമൊന്നുമില്ലല്ലോ, വിവാഹം കഴിച്ചതിന് ശേഷമേ ഇത്തരത്തിൽ എന്തെങ്കിലും ബന്ധം ആകാവൂ എന്നുള്ളതാണ്. ഇത് രണ്ടും തമ്മിലുള്ള ജസ്റ്റ് ഒന്ന് തുലനം നോക്കിയാൽ തന്നെ നമുക്കറിയാം എന്താണ് വിവാഹം കഴിച്ചാൽ എന്താ സംഭവിക്കുക. ഇവിടെ ആർക്കാണ് കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത്? ഈ പറയുന്ന മീഡിയകളെല്ലാം ശ്രമിക്കുന്നത് ഒരു അതർ ഹാഫിന്, സമൂഹത്തിലൊരു അതർ ഹാഫ് എന്ന് പറയുന്ന സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി, അവർക്ക് ഇക്വാലിറ്റിക്ക് വേണ്ടി, ഇക്വിറ്റിക്ക് വേണ്ടിയൊക്കെ നടക്കുന്ന ഇതുകളാണല്ലോ. ഇവിടെ ഒരു വിവാഹം നടന്ന് ആലോചിച്ച് നോക്കൂ. അതോടെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പെൺകുട്ടിയുടെ, സ്ത്രീയുടെ പരിപാലനം എന്നുള്ളത് ചെയ്തു
ഇദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമായി അവരുടെ ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും അവരുടെ സുരക്ഷയാണെങ്കിലും അവർക്ക് താമസിക്കാനുള്ള വീട് പാർപ്പിടമാണെങ്കിലും ഇതൊക്കെ ഒരുക്കി കൊടുക്കേണ്ട ബാധ്യത ഒരു ഭർത്താവിന് ഉണ്ടാവുകയാണ്. ഒപ്പം തന്നെ സ്വത്തവകാശം, ഭർത്താവിൽ നിന്നുള്ള സ്വത്തവകാശത്തിന് അവർക്ക് മറ്റേ റൈറ്റ് ഉണ്ടാവുകയാണ്. ഈ കുട്ടികൾ ലെജിറ്റിമേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ആ കുട്ടികൾക്ക് അതോടെ ഈ പറഞ്ഞ പോലെ സ്വത്തവകാശം ലഭിക്കുന്നു. ഇനി ഡൈവേഴ്സ് ആകാൻ തീരുമാനിച്ചു നിൽക്കുക, എന്നാലും എന്ത് ചെയ്യും, ജീവനാംശം കിട്ടും. ഇപ്പോൾ മറ്റ് ഇസ്ലാമിൽ അല്ലെങ്കിൽ പോലും വിവാഹിതയാണെങ്കിൽ പോലെ പകുതി സ്വത്തൊക്കെയാണ്. അതെ അതെ അത്രമാത്രം സ്വത്തവകാശം കിട്ടാനുള്ളതുണ്ട്. ഇനിയിപ്പോൾ കോടതിയിൽ പോകുമ്പോൾ കോടതി ഒരു രേഖയല്ലേ ചോദിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ അടുത്ത കാലത്ത് പോലും ഉണ്ടായ പല വിവാദങ്ങളിലും നമ്മൾ കാണുന്നൊരു പ്രശ്നം എന്ത് തന്നെയാണ്, ഈ സ്ത്രീകൾക്ക് ഒരു റെക്കോർഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിന് ഉള്ള ഏറ്റവും ലളിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഏറ്റവും എളുപ്പത്തിൽ തൻ്റെ ഈ മാരേജ് അല്ലെങ്കിൽ ഈ ബന്ധം തെളിയിക്കാനുള്ള വഴി എന്താണ്, ഈ ഒരു മാരേജ് സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ഇതൊക്കെ ലഭിക്കും എന്നുള്ളത് പോലീസ് പോയിട്ട് പരാതി കൊടുക്കുമ്പോൾ എന്താ വയ്ക്കുക, കല്യാണം കഴിച്ചാണോ, എവിടെ സർട്ടിഫിക്കറ്റ് എന്ന് വയ്ക്കുക, ഇല്ലേ, ഉണ്ടായിക്കോന്ന് പറഞ്ഞാൽ പിന്നെ കൊടുക്കേണ്ട കുറേ ഫോൺ ക്ലിപ്പും അതെ കുറേ ഫോട്ടോ അങ്ങനെ ടെലിഗ്രാമും ഈ രീതിയിൽ എന്താ വെച്ചാൽ വിവാദങ്ങളിലേക്ക് പോകാവുന്ന തെളിവുകൾക്ക് പകരം വളരെ കൃത്യമായ ചില തെളിവുകൾ കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ വേറൊന്ന് ആലോചിക്കുക, വിവാഹത്തിൻ്റെ ഒരു ആത്യന്തിക ലക്ഷ്യം എന്താ? നമ്മൾ മതത്തെ മാറ്റി നിർത്തുക, മതത്തിൻ്റെ പോട്ടെ, എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇണയെ അംഗീകരിക്കലാണത്, അല്ലേ? മറ്റേലൊരു ഇണ എന്ന അർത്ഥത്തിലുള്ള അംഗീകാരമില്ല. ഒരു ലൈംഗിക ബന്ധത്തിനു വേണ്ടി അല്ലെങ്കിൽ ഒരു ശാരീരിക ബന്ധത്തിനു വേണ്ടി ഒരു രാത്രിക്കോ 10 ദിവസത്തിനോ ഒരു കൊല്ലത്തേക്കോ വേണ്ടിയുള്ള ഒരു ടെമ്പററി അറേഞ്ച്മെൻറ്റ് ഒരിക്കലും വൈകാരികമായി മാനസികമായി ഉൾക്കൊള്ളണം എന്നൊരു നിർബന്ധമില്ല. പക്ഷെ ഇവിടെ ഒരു ഇണയെ അംഗീകരിക്കാതെ ഒരാൾക്ക് കാലാകാലം ഒരു വൈവാഹിക ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഗുണദോഷങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ഉൾക്കൊള്ളൽ അവിടെ നടക്കണം. ഒരർത്ഥത്തിൽ ഒരു ആദരിക്കലാണ്, ആ വ്യക്തിത്വത്തെ ആദരിക്കലാണ്. കുറേ കുറവുകളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും എന്താണ് അതിൻ്റെ പുറമെ ഞാൻ ഇപ്പോൾ പ്രവാചകനെ പറഞ്ഞേ ഭാര്യ എന്താണ്, നിങ്ങൾ അവളുടെ ഒരു പക്ഷേ എന്തുണ്ടാവും, എനിക്ക് കുറേ കുഴപ്പങ്ങളൊക്കെ കാണാൻ പറ്റും, പക്ഷെ വേറൊരു ഭാഗത്ത് എന്താണ് ഒരുപാട് നന്മ എന്ത് ചെയ്യും കാണാൻ പറ്റും. അപ്പോൾ ആ നന്മയെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ അംഗീകരിക്കുകയാണ്. പിന്നെ ഒരു ബന്ധത്തിൻ്റെ ഈ സാമൂഹികമായ നൈതികമായ കുറേ അതിർവരമ്പുകളുണ്ട്. ഈ അതിർവരമ്പുകളെ അംഗീകരിക്കലാണത്. അത് അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തന്നെ. ഇനിയിപ്പോൾ ആരെന്തു പറഞ്ഞാലും ശരി, സന്താനോൽപാദനം എന്നൊരു ഇതിനകത്തുണ്ട്. ഈ സന്താനോൽപാദനത്തെ വലിയൊരു ബേർഡനായിട്ട് കണ്ടില്ലല്ലോ. ഇന്ന് നമുക്കറിയാം അതൊരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു വെൽത്തിൻ്റെ ക്രിയേഷനാണ്. ഒരു നേഷനെ സംബന്ധിച്ചോളം അതിൻ്റെ ഒരു റിസോഴ്സ് ഒരു വെൽത്ത് ക്രിയേഷനാണ്. ആ അർത്ഥത്തിൽ വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ലെജിറ്റിമേറ്റായൊരു ചൈൽഡ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല മാനസികാവസ്ഥയിൽ വളർന്നു വലുതാകാൻ സാധ്യതയുണ്ട്. ഒരു ബാലൻസിങ് പാരൻറ്റിങ് ഉണ്ടാവും. ആ ബാലൻസിങ് പാരൻറ്റിങ്ങിൽ നിന്നുകൊണ്ട് കുട്ടിക്ക് ഏറ്റവും നല്ല പൗരന്മാരായിട്ട് മാറാൻ പറ്റും. മറ്റതിനകത്തൊക്കെ ഈ സിംഗിൾ പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ എഴുതിയ എത്ര പുസ്തകങ്ങൾ ലോകത്ത് അവൈലബിളാണ്, പരിഹാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടതാണല്ലോ. അപ്പോൾ ഇതിലേക്ക് പോകലാണോ? അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഇതിലേതാണ് പോസിറ്റീവ് എന്ന് നോക്കിയാൽ വൈവാഹിക ബന്ധം നൽകുന്ന ഒരു സുരക്ഷിതത്വം, അതിനകത്തൂടെ ഉണ്ടാകുന്നൊരു സാമൂഹിക ക്രമം, ഇതിനെ എതിർക്കുന്നതിൻ്റെ പിറകിലുള്ള ഒരൊറ്റ താല്പര്യമുള്ളൂ, അത് തൻ്റെ സ്വതന്ത്ര ലൈംഗിക താല്പര്യങ്ങളെ പിന്നെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ശൈശവ വിവാഹത്തിൻ്റെ കാര്യത്തിൽ പോയിന്റ് പറയാം വെച്ചാൽ ഈ പലപ്പോഴും പറയാറുള്ളത് ഈ കുട്ടിക്കാലത്ത് തന്നെ വിവാഹം കഴിച്ചാൽ അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കില്ല, മുരടിച്ച് അടുക്കളയിൽ കെട്ടിക്കിടക്കുന്നൊരവസ്ഥ ഉണ്ടാവുന്നതാണ്. പ്രവാചകൻ്റെ തന്നെ ജീവിതം ഇതിന് ഏറ്റവും നല്ല എതിരെയുള്ള ഒരു ഉദാഹരണമാണ്. ആയിഷ റളിയല്ലാഹു കല്യാണം കഴിക്കഴിഞ്ഞ് 6-ാം വയസ്സിലോ 9-ാം വയസ്സിലോ എന്ത് വിവാദം പറഞ്ഞോട്ടെ 18-ാം വയസ്സാകുമ്പോഴേക്ക് പ്രവാചകൻ മരിക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴേക്ക് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സ്കോളറായിട്ട് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പക്വത ഉണ്ടായില്ലേ, 18 വയസ്സാകുമ്പോഴേക്ക് അറിവുണ്ടായില്ലേ, വളരെ ഗ്രാഹ്യശേഷി മാത്രമല്ല വിശകലനശേഷി ഉണ്ടായിരുന്നു. അവർ പല കാര്യങ്ങളും ഒരു കൺസൾട്ടൻ്റ് ആയിരുന്നു ഇസ്ലാമിനെ സംബന്ധിച്ചോളം. അപ്പോൾ അത്രമാത്രം ഒരു കവിഞ്ഞ തോതിലുള്ള പാണ്ഡിത്യത്തിലേക്ക് അവർ പോയി. ഇനി നമ്മൾ ആലോചിച്ചപ്പോൾ ഈ ജ്യോതി റാവു ഫുലെയുടെ ഭാര്യ എന്ന സാവിത്രി ഫുലെ, അവരെ കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 9 വയസ്സുള്ളൂ.
അവരെന്ത് ചെയ്തു, ഇദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു, വിദ്യാഭ്യാസം കൊടുത്തു. 17-ാമത്തെ വയസ്സിലാണ് ഇവരും ചേർന്ന് ആദ്യത്തെ സ്കൂൾ സ്ഥാപിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളത്. അത് പൊളിഞ്ഞെങ്കിലും 20-ാമത്തെ വയസ്സിൽ അവർ സ്കൂൾ സ്ഥാപിക്കുകയാണ്. അപ്പോൾ 20 വയസ്സിലൊരു സ്ത്രീക്ക് പക്വത ഉണ്ടാവുമോ? വിഷനായി ഉണ്ടായി. അത് ഇനി ആവശ്യം എന്താണ്? ഇത്തരത്തിലുള്ളൊരു ഇതാണെന്ന് അത്രയും കവിഞ്ഞ വിഷൻ ഇന്ത്യയിൽ തന്നെ. ഇപ്പോൾ റാനഡെ എടുത്തിട്ടുണ്ടെങ്കിൽ, രമാദേവ് റാനഡെ എടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ധാരാളം ശൈശവ വിവാഹങ്ങളിലൂടെ തന്നെ കടന്നുപോയി വലിയ റിഫോമിസ്റ്റുകളായി മാറിയിട്ടുള്ള പല രംഗത്തും പ്രഗത്ഭരായിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും തന്നെ ഇത് മുരടിപ്പിക്കുകയില്ല എന്നുള്ളത് കൃത്യമാണ്. അതിന് അത്തരമൊരു സാമൂഹ്യ സാഹചര്യത്തെ നിലനിർത്തലാണ് യഥാർത്ഥത്തിൽ ആവശ്യം. ശൈശവം നടക്കണം എന്ന് പറയല്ല, പക്ഷേ അതിലൂടെ മാത്രം എന്ത് ചെയ്യും, എല്ലാം തകർന്നു പോകും. ശൈശവ വിവാഹം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ അവർ മെച്ചോർഡാണ്. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 18 വയസ്സ് പറയുന്നത്. അത് ഓരോ കാലഘട്ടത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പം നമ്മളാരും ഇപ്പോൾ ഈ 18 വയസ്സിന് മുമ്പ് നമ്മളാരും പറയുന്നില്ല. പക്ഷേ അന്നത്തെ കാലം വെച്ച് വിമർശിക്കുമ്പോൾ നമുക്കത് പറയേണ്ടി വരുന്നു. അല്ല, അതിൽ ഈ പറഞ്ഞ ഇപ്പോൾ പല ബുദ്ധിജീവികളെന്ന് അറിയപ്പെടുന്ന ചാനലിസ്റ്റുകളൊക്കെ വെച്ച് പറയുമ്പോൾ എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ ഇതൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് നമ്മുടെ ഡയലോഗ് പ്രോഗ്രാമുകളിൽ നമ്മുടെ ചാനലുകളിലുണ്ട്. PPT ഇട്ടിട്ടും കൃത്യമായി കേട്ട് കഴിഞ്ഞാൽ വൃത്തിക്ക് മനസ്സിലാവണ ബഹുഭാര്യത്വമായാലും ശൈശവവിവാഹം ആയിരുന്നാലും എന്താണ് അതിൽ ഇസ്ലാമിന് പറയാനുള്ളത്, എന്താണ് അതിൻ്റെ സംഗതി എന്നുള്ളത് കൃത്യമായി പഠിക്കാനുള്ള അവസരമുണ്ട്. അതും കൂടി പഠിക്കാൻ എന്ത് ചെയ്യണം, ഈ ഒരു ലോഡ് പുച്ഛം കൊണ്ട് പണ്ഡിതന്മാരുടെ അടുത്തേക്ക് തിരിയുന്ന ആളുകൾ ശ്രദ്ധിക്കണം എന്നും കൂടി ഒരു സമയത്ത് സൂചിപ്പിക്കുകയാണ്.